പ്രിയപ്പെട്ടവരെ, ഇടുക്കി വണ്ടൻമേടിൽ പ്രളയ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് വികസനം വന്നതോടെ വയോധികയ്ക്ക് വീട്ടിലേക്കുള്ള ഒരു വഴി നഷ്ടപ്പെട്ടു. ഒറ്റയ്ക്ക് താമസിക്കുന്ന കപ്പക്കല്ലിൽ മാമൂട്ടിൽ ഏലിയമ്മയ്ക്കാണ് പാലം നിർമ്മിച്ച് റോഡ് പണിതതോടെ വീട്ടിലേക്കുള്ള വഴിയടഞ്ഞത്. വീട്ടിലേക്കെത്താൻ മാർഗമില്ലാതായതോടെ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുകയാണ് ഏലിയമ്മ. ബദൽ സംവിധാനം ഒരുക്കുമെന്ന് കരാറുകാരും പഞ്ചായത്തും പറഞ്ഞിരുന്നുവെങ്കിലും 3 വർഷം പിന്നിടുമ്പോഴും നടപടി ഉണ്ടായില്ല. പാവം ഏലിയമ്മയുടെ വാക്കുകളൊന്ന് കേട്ടുവരാം. വഴിയില്ലഞ്ഞോണ്ടാണ് പോയത്. വഴി ഉണ്ടാക്കാമെന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് പോയത്. വഴി പ്രസിഡൻ്റൊക്കെ ഏറ്റതാ, അല്ല മെമ്പർ ഏറ്റതാ. പ്രസിഡൻറ്റിന് ചോദിച്ചിട്ടില്ല, മെമ്പറാണ് ഇതിനകത്ത് ഉരുണ്ടത്. മെമ്പർ ഞാൻ വഴി ഉണ്ടാക്കി തരാം അമ്മയെന്ന് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. 75 വർഷം ഇതിൽ നടന്ന എല്ലായിടും കലക്ടറുടെ അടുത്ത് പോയി, എല്ലായിടത്തും പോയി സാറേ. എല്ലായിടത്തും ചെന്ന് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ ശരിയാക്കും, ഞങ്ങൾ ശരി. വില്ലേജിലെ സാറൊക്കെ പറയും ഇവിടെ കസേര പോലും കരയുക, സിസ്റ്റർ കരഞ്ഞ് എന്നാ ചെയ്യാൻ സാറേ, നമ്മളെ ഗതി ഇങ്ങനെ ആയിപ്പോയി. നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ് രാജാക്കാട്, ഗുഡ് മോർണിംഗ് സന്ദീപ്. ഇടുക്കിയിൽ എങ്ങനെ നല്ല തണുപ്പുണ്ടോ രാവിലെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എന്താ പറയുന്നത്, വിറയ്ക്കുന്ന തരത്തിലുള്ള തണുപ്പാണ്. പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ ഈ തണുപ്പങ്ങ് മാറും, വെയിലാകും, ചൂടാകും. ഇപ്പോൾ ഇടുക്കിയിലെ ഒരു സാഹചര്യം. ഓക്കെ, താങ്ക് യു. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് വന്നാൽ, ഏലിയമ്മ ചേച്ചി വല്ലാതെ ബുദ്ധിമുട്ടുകയാണെന്ന് തോന്നുന്നു അല്ലേ? എന്താണ് ഈ പഞ്ചായത്തുകാർ ഉറപ്പ് കൊടുത്തിട്ടും ആ വഴിയുടെ കാര്യത്തിൽ തീരുമാനമാകാത്തത്? ഡോക്ടർ അരുൺകുമാർ, ഇത് ശരിക്കും പറഞ്ഞാൽ നഗ്നമായ മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വയോധിക, 75 വയസ്സുണ്ട് ആ അമ്മയ്ക്ക്, ആരും സഹായത്തിനില്ലാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ 75 വർഷമായിട്ട് കുടിയേറ്റ കാലം മുതൽ നടന്നുകൊണ്ടിരുന്ന ഒരു വഴിയാണ് ഏതാണ്ട് 20-25 അടിയിലധികം ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇറങ്ങി നടക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അന്നു മുതൽ ഇവർ ആവശ്യപ്പെടുന്നതാണ്. അപ്പോഴെല്ലാം ഇവർ പറഞ്ഞത്, ഈ കരാറുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ പറഞ്ഞത് ഇവിടേക്ക് ഇറങ്ങിപ്പോകുന്നതിനുള്ള വഴി സൗകര്യം ഉണ്ടാക്കും, ഏർപ്പെടുത്തും എന്ന് ഉറപ്പ് നൽകി. അങ്ങനെ ആ ഉറപ്പ് വിശ്വസിച്ച ആ അമ്മ അങ്ങനെ ഇരുന്നു. പക്ഷേ ഈ പാലം നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടും ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വന്നതോടെ, അവിടെ നിന്നും പുറത്തേക്ക് പോകാൻ മറ്റു മാർഗമില്ലാതെ വന്നതോടെ ഇവർ ഒരു വീട് വാടകയ്ക്കെടുത്ത്, 8 മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെയാണ് താമസിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം എത്തിയതോടെ ഈ പറമ്പ് മറ്റൊരാൾക്ക് പാട്ടത്തിന് നൽകി. ഈ വീട് ഇപ്പോൾ അവിടെ കിടന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീട്ടുപകരണങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ്. ഏതാണ്ട് 3 വർഷമായി ഇതാണ് അവസ്ഥ. മുഖ്യമന്ത്രി മുതൽ, അതായത് പഞ്ചായത്ത് മുതൽ മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ റീബിൽഡ് കേരളയുടെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തി ഒരു പരിശോധന നടത്തി മടങ്ങിയതല്ലാതെ മറ്റൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ചോദിക്കാൻ അതോ ഇത് കഴിയില്ലെന്നോ ഒരു യെസ് ഓർ നോ കിട്ടിയിട്ടുണ്ടോ ഏലിയമ്മ ചേച്ചിക്ക്? ഇല്ല, അത്തരത്തിലൊരു ഉറപ്പ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം കരാറുകാരന് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ വഴി നിർമ്മിച്ചു പോകുമ്പോൾ താഴ്വശത്ത് വീടുകൾ ഉണ്ടെങ്കിൽ അവിടേക്കുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ള ഉത്തരവാദിത്തം ആ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാണ്. ഈ റോഡിന്റെ ഉത്തരവാദിത്തം, അതായത് ഒരു ഗ്യാരണ്ടി പീരീഡ് ഇനി 8 മാസം കൂടിയാണ് ഈ കരാറുകാരന് ഉത്തരവാദിത്തമുള്ളൂ. ആ 8 മാസത്തിനുള്ളിൽ ഈ ഇവർക്ക് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള വഴി സൗകര്യം ഒരുക്കിയിട്ടില്ല എങ്കിൽ പിന്നീട് കരാറുകാരന്റെ മുന്നിലോ ഇല്ലെങ്കിൽ കരാറുകാരനെ കൊണ്ട് ഇത് ചെയ്യിക്കാനോ കഴിയില്ല. സർക്കാരിന്റെ ഇടപെടലിലൂടെ മാത്രമേ ഇത്തരമൊരു നടപടി ഉണ്ടാകൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ആ അമ്മയ്ക്ക് വയ്യാഴികകളൊക്കെ ഉള്ളതാണ്, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കൊക്കെ ഉള്ള ഒരു അമ്മയാണ്. അവർ ഒറ്റയ്ക്കാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ നടന്നു പോകുന്ന വഴി ഇപ്പൊ നടന്നു പോകേണ്ടി വരുന്ന വഴിയാണ്. ഈ ഏലത്തോട്ടത്തിനിടയിലൂടെ വലിയ ബുദ്ധിമുട്ടിലാണ് വീട്ടിലേക്ക് പോകേണ്ടി വരുന്നത് ഇപ്പോഴല്ലേ? തീർച്ചയായിട്ടും സമീപവാസിയുടെ പറമ്പിലൂടെയാണ് നടന്ന് ഇപ്പോൾ ചുറ്റി സഞ്ചരിച്ച് വേണം ഇപ്പോൾ ഈ വീട്ടിലേക്ക് വല്ലപ്പോഴും ഒന്ന് എത്താൻ. നേരെ പോകുന്ന വഴിയിലൂടെ നടന്നു പോകുന്ന ഏറ്റവും ഒടുവിൽ കാണുന്ന ആ ഒരു ഭാഗം മാത്രമാണ്. ബാക്കിയുള്ള ഭാഗം ഇന്ന് നമ്മൾ ആ ഏലത്തോട്ടത്തിലൂടെ പോകുന്നത് അയൽവാസിയുടെ പറമ്പിലൂടെയാണ്. കാരണം ഈ ഒരു വീടിന് ചുറ്റും മറ്റ് പറമ്പുകളായതുകൊണ്ട് തന്നെ അവിടേക്ക് മറ്റു വഴികളൊന്നും തന്നെയില്ല. ഏക ആശ്രയമായ റോഡാണ് ഈ ഒരു പാലം വന്നതോടുകൂടി ഇല്ലാതായത്. ആ നാട്ടിൽ വലിയ വികസനമാണ് ആ പാലം ഉണ്ടായത് എങ്കിൽ ഒരാൾക്ക് വീട് നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എന്നാൽ തികഞ്ഞ അവഗണന ഈ പഞ്ചായത്ത് മുതലുള്ള ആളുകൾ കാണിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടറുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി നൽകി, എന്നിട്ടൊന്നും വണ്ടൻമേട് പഞ്ചായത്തിലാണ് ഉള്ളത് ഈ കപ്പക്കല്ല് എന്ന് പറയുന്ന സ്ഥലം. രാവിലെ വിളിച്ച് ഡീനെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് കരുതരുത്. പക്ഷേ ഏലിയമ്മ ചേച്ചിയുടെ വാർത്ത കണ്ടപ്പോൾ ഡീനെ ഒന്ന് വിളിക്കണമെന്ന് തോന്നി. ഒരുപക്ഷെ ഡീൻ ഇടപെട്ടാൽ എളുപ്പം നടക്കും. കാര്യം കരാറുകാരാണ് ആ വഴി നിർമ്മിച്ചു കൊടുക്കേണ്ടത്.
അപ്പോൾ പ്രളയ പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ റോഡ് വന്നത്, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ ഏലിയാമ്മ ചേച്ചിക്ക് വീട്ടിലോട്ട് പോകാനുള്ള വഴി അടഞ്ഞു ആ സംരക്ഷണ ഭിത്തി വന്നപ്പോൾ. കരാറുകാർ കൊടുക്കേണ്ടതാണ്, പക്ഷേ ഇതുവരെ കരാറുകാർ അത് കൊടുത്തിട്ടില്ല. വണ്ടൻമേട് പഞ്ചായത്തിലാണ് സംഭവം, കപ്പക്കല്ലിൽ. നമുക്കൊന്ന് ഇടപെടാൻ കഴിയുമായിരിക്കും ഡീൻ കുര്യാക്കോസ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അത് തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കേണ്ടതാണ്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒരുപക്ഷെ എസ്റ്റിമേറ്റിലൊന്നും ചിലപ്പോൾ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തൊഴിൽന്യായങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും അവർക്ക് അനുമതി നിഷേധിക്കുകയും ഈ വിധത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതെയാക്കുകയും ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റോഡ് വികസനം നടക്കുന്ന എല്ലായിടത്തും തന്നെ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേയുടെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പുതിയ റോഡ് നിർമ്മാണത്തിന്റെ കാര്യത്തിലെല്ലാം ഉണ്ടാകുമ്പോൾ യഥാസമയം ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ്. പരാതികളുടെ മുൻപിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി അക്കാര്യത്തിലൊരു കൃത്യമായ ഒരു ഇടപെടൽ നടത്തി കരാറുകാരനെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് അതിലൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനത് ശ്രദ്ധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. എനിക്കൊന്ന് 8 മാസം കൂടിയ കരാറുകാരന് ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. അതിനുള്ളിലാണെങ്കിൽ കരാറുകാരന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങ് ഇടപെട്ടാൽ നന്നായിരിക്കും. വണ്ടൻമേട് പഞ്ചായത്തിലാണ്. തീർച്ചയായിട്ടും. താങ്ക് യു ശ്രീ ഡീൻ കുര്യാക്കോസ്. സന്ദീപ്, എന്തായാലും ഡീൻ കുര്യാക്കോസ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. വണ്ടൻമേട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി അതിലൊരു ഫോളോ അപ്പ് കൂടി നടത്തണം. എന്നാലും ഏലിയാമ്മ ചേച്ചിക്ക് ആ വഴി കൊടുക്കണം. പാവം ഏലിയാമ്മ ചേച്ചി അവരുടെ സ്വന്തം വീട് ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഒരു നാട്ടിൽ വികസനം വരുന്നതിന് നമ്മളെതിരല്ല, പക്ഷേ ഈ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കുള്ള വീട്ടിലേക്കുള്ള വഴി കൂടി അത് കരാറുകാർ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. വലിയ ചിലവൊന്നും ഉണ്ടാവില്ലല്ലോ, അത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നമുക്കും അഭ്യർത്ഥിക്കാനുള്ളത്. താങ്ക് യു സന്ദീപ്. ഏലിയാമ്മ ചേച്ചിയോട് പറയൂ സമാധാനമായിട്ടിരിക്കാൻ.